Good morning. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മാർച്ച് 25. മാർച്ച് 25 ഫ്രണ്ട് പേജിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകളൊന്നുമില്ല. മെയിൻലി പൊളിറ്റിക്കൽ ന്യൂസുകളും പിന്നെ പാകിസ്ഥാനിലെ 2 ഹിന്ദു സിസ്റ്റേഴ്സിനെ അബ്ഡക്ട് ചെയ്ത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് സുഷമ സ്വരാജ് നടത്തിയ റിയാക്ഷനും അതൊക്കെയാണ്. അതൊന്നും നമുക്കൊരു എക്സാം ക്വസ്റ്റ്യൻ വരാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് പേജും അതുപോലെ തന്നെയാണ്. പിന്നീട് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഡസ്റ്റിൻ ജോൺസന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഡസ്റ്റിൻ ജോൺസൺ എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും മികച്ച ഗോൾഫ് പ്ലെയർ ആണ്. യു എസ് എക്കാരനാണ് ഡസ്റ്റിൻ ജോൺസൺ, DUSTIN. പിന്നീട് വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയറിന്റെ ഫോട്ടോ ഉണ്ട്. ഫീമെയിൽ ടെന്നീസ് പ്ലെയർ, വേൾഡ് നമ്പർ 1 ഫീമെയിൽ ടെന്നീസ് പ്ലെയർ എല്ലാവർക്കും അറിയാം. നവോമി ഒസാക്ക, NAOMI, നവോമി ഒസാക്ക, OSAKA, ജപ്പാൻകാരിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ജി സത്യന്റെ പേരുണ്ട്. ജി സത്യൻ ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള TT പ്ലേയേഴ്സിൽ ഒരാളാണ്. ജി സത്യൻ, TT ടേബിൾ ടെന്നീസ്. അതുപോലെ പിന്നീട് ഇന്ത്യയുടെ വിമൻ ഫുട്ബോൾ ടീം സാഫ് ഫുട്ബോൾ കപ്പ് വിൻ ചെയ്തു. SAFF സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് SAFF സാഫ് എന്ന് പറഞ്ഞത്. ആ സാഫ് കപ്പ് ഫീമെയിൽ ടൈറ്റിൽ ഇപ്പൊ നേപ്പാളിനെ തോൽപ്പിച്ച് ഇന്ത്യയുടെ വിമൻ ഫുട്ബോൾ ടീം വിൻ ചെയ്തു. ഇപ്പൊ സുനിൽ ഛേത്രി, ഇന്ത്യൻ മെയിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ വിമൻ ഫുട്ബോൾ ടീം ഇപ്പോ ലോകത്തിലെ ഫിഫ റാങ്കിങ്ങിൽ 62ാം സ്ഥാനത്താണ്. 62nd പ്ലേസിലാണ്, 62ാം സ്ഥാനത്താണ്. അപ്പൊ ഇന്ത്യയുടെ മെയിൽ ടീമിനെക്കാൾ ഒരുപാട് മുന്നിലാണ് അവരുടെ വേൾഡ് റാങ്കിങ്. മെയിൽ ടീമിന്റെ റാങ്കിങ് ആണെന്നുണ്ടെങ്കിൽ 103ാമത്തെ പൊസിഷനിലാണ്. 103 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് മലേഷ്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഹോക്കി ടൂർണമെന്റ് ആണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴും ആനുവലി നടക്കുന്നതാണ് സുൽത്താൻ അസ്ലം ഷാ കപ്പ്. അപ്പൊ ആ സുൽത്താൻ അസ്ലം ഷാ കപ്പിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതായത് ഫൈനലി ആര് വിൻ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞാൽ മലേഷ്യയിലാണ് നടക്കുന്നത്. സുൽത്താൻ അസ്ലൻ ഷാ, AZLAN SHAH, സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. അത് ഞാൻ അടുത്ത പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജിൽ IPL ആണ് ഫുൾ. അത് നമുക്ക് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. IPL ഫൈനലി ആര് വിൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുന്നു. ബിസിനസ് പേജിൽ ഇന്നത്തെ ബിസിനസ് പേജിൽ നമുക്ക് വലുതായിട്ട് ഇന്നത്തെ മൺഡേയിലെ ന്യൂസ് പേപ്പറിൽ പൊതുവെ ന്യൂസ് നമുക്ക് എഴുതിയെടുക്കാനുള്ളത് വളരെ കുറവാണ്. പിന്നീട് നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ട്. ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ റാനിൽ വിക്രമസിംഗെയാണ്. ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ റാനിൽ വിക്രമസിംഗെയാണ്. റാനിൽ വിക്രമസിംഗെ, WICKREMESINGHE, റാനിൽ വിക്രമസിംഗെ. അപ്പൊ അവിടുത്തെ ഒരു വലിയ പോർട്ടാണ് ഹംബൻടോട്ട പോർട്ട്. HAMBANTOTA, ഹംബൻടോട്ട പോർട്ട്. ഈ ഹംബൻടോട്ട പോർട്ട് ഇടയ്ക്ക് വെച്ച് ഭയങ്കര വിവാദമായതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഹംബൻടോട്ട പോർട്ടിന്റെ നിർമ്മാണ ചുമതലയും മറ്റു കാര്യങ്ങളൊക്കെ 99 ഇയേഴ്സിലേക്ക്, ഏകദേശം 100 ഇയേഴ്സ് ആയി ലേക്ക് ചൈനയ്ക്ക് ലീസിന് കൊടുത്തു ശ്രീലങ്ക. അപ്പൊ അത് ഇന്ത്യയുടെ സെക്യൂരിറ്റി അത് ബാധിക്കും എന്നുള്ള രീതിയിൽ അന്ന് ഇന്ത്യ കുറെ പ്രോബ്ലംസ് അല്ല, ഇന്ത്യ കുറച്ച് പ്രൊട്ടസ്റ്റ് ഒക്കെ ശ്രീലങ്കയോട് പറഞ്ഞിരുന്നു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ചൈന തന്നെയാണ് ഹംബൻടോട്ട പ്രൊജക്ട് ചെയ്യുന്നത്. അതൊരു പോർട്ട് പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് അതുമായിട്ട് അവിടെ ഒരു ഓയിൽ റിഫൈനറി പുതുതായിട്ട് വരാൻ പോകണം. അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. നമ്മള് മറ്റു കാര്യങ്ങളൊന്നും അവിടെ നോക്കണ്ട. ഈ ഹംബൻടോട്ട പോർട്ട് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം ചൈന എന്ന് പറയുന്ന രാജ്യം അത് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയുടെ സെക്യൂരിറ്റി കൺസേൺസ് ഇന്ത്യക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഹംബൻടോട്ട പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ തായ്ലൻഡ് ഏഷ്യയിലെ ഒരു രാജ്യമാണ്, ഒരു ആസിയാൻ കൺട്രിയാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ASEAN എന്ന് പറയുന്നത് 10 കൺട്രീസ് ആണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഈ ASEAN എന്ന് പറഞ്ഞ 10 കൺട്രീസിന്റെ കൂട്ടത്തില് ഒരു കൺട്രിയാണ് തായ്ലൻഡ്. തായ്ലൻഡ് ഇപ്പൊ ഭരിക്കുന്നത് പ്രയുത് ചാൻ ഓച്ചയാണ്. തായ്ലൻഡിലെ പ്രൈം മിനിസ്റ്റർ. PRAYUTH, പ്രയുത് ചാൻ, CHAN, ചാൻ, ഒരു ഹൈഫൻ ഇട്ടിട്ട് O എന്ന് പറഞ്ഞ ലെറ്റർ എഴുതുക, വീണ്ടും ഒരു ഹൈഫൻ ഇട്ട് ച, CHA. പ്രയുത് ചാൻ ഓച്ചയാണ് തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. ഈ തായ്ലൻഡ് ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. അതിനെ കുറിച്ചാണ് ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ തെരേസ മെയ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. കാരണം ഇപ്പൊ ബ്രെക്സിറ്റിന്റെ സമയമാണ്. ബ്രിട്ടൻ എക്സിറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം അനുസരിച്ചാണെങ്കിൽ ഇപ്പം ബ്രിട്ടൻ മാർച്ച് 29 യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിപ്പോ
നടക്കില്ല. ഏപ്രിലോ മെയിലോ ആയിരിക്കും സംഭവിക്കാൻ പോണെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. പിന്നെ അത് കഴിയുമ്പോൾ വരുന്ന നാഷണൽ പേജിലും ഫുൾ പൊളിറ്റിക്സ് ആണ്. നമുക്ക് എഴുതിയെടുത്ത് പഠിക്കാനുള്ള ന്യൂസുകളൊന്നും അവിടെ ഇല്ല. പിന്നെ ആർട്ടിക്കിൾ 35A കുറിച്ച് ഒരു പരാമർശമുണ്ട്. അത് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. എന്നാലും പറയാം. ആർട്ടിക്കിൾ 35A ഇപ്പം സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35A. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസുണ്ട് ഇപ്പം നിലവിൽ. അത് ജമ്മു ആൻഡ് കാശ്മീരിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ റെസിഡൻസ് ആരാണെന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ്. അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ആർട്ടിക്കിളിന്. അതിന്റെ പേരിലാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ജമ്മു ആൻഡ് കാശ്മീരിന്റെ റെസിഡൻസ് സ്റ്റാറ്റസ് ഒക്കെ ഡിഫൈൻ ചെയ്തത് ആർട്ടിക്കിൾ 35A ജമ്മു ആൻഡ് കാശ്മീരിൽ നമുക്ക് ആർക്കും റെസിഡൻസി സ്റ്റാറ്റസ് കിട്ടത്തില്ല. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു ഫീമെയിലിനെ ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് കിട്ടും റെസിഡൻസി. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു ഫീമെയിൽ ഒരു മെയിലിനെ കാശ്മീരിന് വെളിയിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് റെസിഡൻസി സ്റ്റാറ്റസ് കിട്ടത്തില്ല. അപ്പൊ അതൊക്കെ ആർട്ടിക്കിൾ 35A ഒരു പ്രോബ്ലമാണ്. അവിടെ ഒരു ജെൻഡർ ബയസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കോർട്ടിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ രണ്ട് എഡിറ്റോറിയൽസ് ഉണ്ട്. ഈ രണ്ട് എഡിറ്റോറിയൽസും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽസ് ഒന്നും അല്ല. ഒന്നെന്ന് പറയുന്നത് ദിനകരൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടെ മനോരമ എന്നൊക്കെ അല്ലെങ്കിൽ മാതൃഭൂമി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പത്രമാണ് തമിഴ്നാട്ടിലെ ഏറ്റവും പോപ്പുലർ ന്യൂസ് പേപ്പർ ദിനകരൻ. ഈ ദിനകരൻ പത്രത്തിന്റെ ഓഫീസിൽ ഈ പണ്ടൊരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഈ അറ്റാക്ക് ആക്ച്വലി കരുണാനിധിയുടെ ഫാമിലിയിലുണ്ടായ പൊളിറ്റിക്കൽ ഫ്യൂഡ് അതായിരുന്നു അതിന്റെ കാരണം. അതായത് കരുണാനിധിയിലെ ഒരു മകനായ MK സ്റ്റാലിനും മറ്റൊരു മകനായ MK അഴഗിരിയും തമ്മിൽ അധികാരം ആർക്ക് എന്നുള്ളതിന്റെ തർക്കം വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ദിനകരൻ ഓഫീസിൽ ഒരു വാർത്തയുടെ അവർ പബ്ലിഷ് ചെയ്ത ഒരു വാർത്തയുടെ പ്രതിഷേധമായിട്ട് അറ്റാക്ക് സംഘടിപ്പിച്ചു ഒരു വിഭാഗം DMK പ്രവർത്തകർ. അതിൽ ഒരു കുറെ നാശനഷ്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൽ പെട്ട ആൾക്കാരൊക്കെ ഇപ്പൊ ശിക്ഷിച്ചു കോടതി. അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അതിന് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ 12ാമത് IPL കുറിച്ചാണ്. IPL സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് വേൾഡ് തന്നെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഒരു ലീഗാണ്, സ്പോർട്സ് ലീഗാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL എന്ന് പറയുന്നത്. അപ്പൊ 12ാമത് IPL ഇപ്പൊ നടക്കുന്നത്. IPL മോസ്റ്റ് സക്സസ്ഫുൾ ടീം യാതൊരു സംശയവുമില്ല ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഏറ്റവും കൂടുതൽ തവണ IPL വിൻ ചെയ്തിട്ടുള്ളത് അവരാണ്. അപ്പം ആ ഒരു ടൂർണമെന്റിനെ കുറിച്ചാണ് രണ്ടാമത് എടുത്തത്. ഈ ഇടയ്ക്ക് USA ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു ട്രേഡ് റിലേറ്റഡ് എക്സംഷൻ പിൻവലിച്ചു. അതിനാണ് GSP എന്നറിയപ്പെടുന്നത്, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. GSP ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. അതും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. US ഇന്ത്യ ഉൾപ്പെടുന്ന കുറെ ഡെവലപ്പിംഗ് നേഷൻസ് തന്നിരുന്ന പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ. ട്രേഡിനാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ട്രേഡ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബ്ലൂ എക്കോണമി എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞാൽ ഓഷൻ അല്ലെങ്കിൽ സമുദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എക്കോണമിയാണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. ഫിഷും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് നമ്മളുടെ കടലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന സമ്പത്തെല്ലാം ബ്ലൂ എക്കോണമിയുടെ ഭാഗമാണ്. അപ്പൊ ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമുക്ക് സമുദ്ര സമ്പത്തിനെയാണ് ഓർമ്മ വരേണ്ടത്. അപ്പൊ അത്രയാണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഡിസ്കസ് ചെയ്യാനില്ല. പിന്നീട് നമ്മൾ സൺഡേയിലെ ന്യൂസ് പേപ്പറിലേക്ക് പോയാൽ സൺഡേയിലെ ന്യൂസ് പേപ്പറിലും ഫ്രണ്ട് പേജിൽ എല്ലാം പൊളിറ്റിക്സ് തന്നെയാണ്. ആധാറും പാൻ കാർഡും നമ്മൾ ലിങ്ക് ചെയ്യണം എന്നൊരു ഇതുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ആണ്. ഈ മാസം മാർച്ച് 31 പാൻ കാർഡും ആധാറും നമ്മൾ ലിങ്ക് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആണ്. പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പിന്നീട് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ഏഷ്യയിലെ റിച്ചസ്റ്റ് ആൾക്കാരുടെ ലണ്ടൻ UK താമസിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഏഷ്യയിലെ റിച്ചസ്റ്റ് ആര് അവിടെ എന്ന് വെച്ചാൽ ഒത്തിരി ഏഷ്യക്കാരോട് താമസിക്കുന്നുണ്ട്. ഇന്ത്യക്കാര് ഉൾപ്പെടുന്ന ഒരുപാട് ഏഷ്യക്കാര് UK താമസിക്കുന്നുണ്ട്. UK ഏഷ്യക്കാരുടെ കൂട്ടത്തിൽ റിച്ചസ്റ്റ് ആരെന്നുള്ള ലിസ്റ്റിംഗ് എപ്പോഴും അവരുണ്ടാക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാരായ ഹിന്ദുജ ബ്രദേഴ്സ് ആണ് ഏഷ്യക്കാര് UK താമസിക്കുന്ന ഏഷ്യക്കാരുടെ കൂട്ടത്തിൽ റിച്ചസ്റ്റ് എന്ന് പറയുന്നത്, ഹിന്ദുജ ബ്രദേഴ്സ്. പിന്നെ സ്പോർട്സ് പേജില് മറ്റൊന്നും പറയാനില്ല.
പിന്നെ നമ്മള് ബിസിനസ് പേജിലും സൺഡേയിലെ ന്യൂസ് പേപ്പറിലും വലുതായിട്ട് ഒരു കാര്യവും ഡിസ്കസ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ്ലി വേൾഡ് പേജിലേക്ക് പോവുകയാണ്. വേൾഡ് പേജിൽ ഇറ്റലി സൈൻസ് ന്യൂ സിൽക്ക് റോഡ് പ്രോട്ടോകോൾ വിത്ത് ചൈന എന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ് കുറച്ച് ദിവസം മുമ്പ്. ഇറ്റലി ഒരു G7 കൺട്രിയാണ്. G7 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ് ആണ്. ഇറ്റലി ഒരു G7 കൺട്രിയാണ്. G7 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ് ആണ്. അത് ആ ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി ആൻഡ് കാനഡ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി ആൻഡ് കാനഡ. ഈ G7 എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള കൺട്രീസിൽ ഒരെണ്ണം പോലും ചൈനയുടെ കണക്ടിവിറ്റി പ്രൊജക്ട് ആയ മാരിടൈം സിൽക്ക് റോഡ് പ്രോജക്ട് അല്ലെങ്കിൽ വൺ ബെൽറ്റ് വൺ റോഡ് എന്നും പറയും, OBOR എന്ന ഷോർട്ട് ഫോമിൽ പറയും, ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് G7 കൺട്രീസിന്റെ കൂട്ടത്തിൽ ഒരു രാജ്യമായ ഇറ്റലി ഈ പ്രോജക്ടിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചു കുറച്ച് ദിവസം മുമ്പ്. എന്നിട്ടിപ്പോ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും ചൈനയുടെ പ്രസിഡന്റും തമ്മിൽ അതിനുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തു. അത് വലിയൊരു ന്യൂസ് ആയി. ചൈനയുടെ പ്രസിഡന്റിനെ എല്ലാവർക്കും അറിയാം, സി ജിൻപിങ് ആണ്. സി ജിൻപിങ്, XI ജിൻപിങ്, JINPING. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അറിഞ്ഞിരിക്കുക, ഗ്യുസെപ്പ് കോണ്ടി, GIUSEPPE, ഗ്യുസെപ്പ് കോണ്ടി, CONTE, ഗ്യുസെപ്പ് കോണ്ടി. പിന്നെ വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് സിറിയയെ മാറ്റിയത് മെയിൻലി IS ആയിരുന്നു, ഇസ്ലാമിക് സ്റ്റേറ്റ്. പക്ഷേ സിറിയയിലെ ഓരോരോ ഇസ്ലാമിക് സ്റ്റേറ്റിന് പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഓരോരോ പ്രദേശങ്ങളായിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ സേനയും മറ്റ് US ബാക്ക്ഡ് ഫോഴ്സസും ഒക്കെ ക്യാപ്ചർ ചെയ്തു. അവരുടെ അവസാനത്തെ ടെറിട്ടറി ആയിരുന്നു ബാഗ്വസ് എന്നറിയപ്പെടുന്ന BAGHOUZ, ബാഗ്വസ്. ഈ ടെറിട്ടറിയും ഇന്നലെ US-ന്റെ നേതൃത്വത്തിലുള്ള കുർദിഷ് ഫോഴ്സസ് റീക്യാപ്ചർ ചെയ്തു. അതുവഴി IS-ന്റെ സിറിയയിലെ സ്വാധീനം തീർന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്ലീപ്പർ സെൽസ് ഒക്കെ ഇനിയും കാണും. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഇറാഖ് മറ്റൊരു മേഖലയായിരുന്നു, അവരുടെ അവസാനം കഴിഞ്ഞു, അവരുടെ അവസാനമായി. അപ്പൊ ഒരുവിധം IS എന്ന് പറയുന്നൊരു ഡ്രഡഡ് ഓർഗനൈസേഷന്റെ സ്വാധീന പരിധിയിലുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ് അൾജീരിയ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പ്രസിഡന്റാണ് അബ്ദൽ അസീസ് ബോട്ടഫ്ലിക്ക. അദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ അൾജീരിയയിൽ നടക്കുകയാണ്. അദ്ദേഹം റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അബ്ദൽ അസീസ് ബോട്ടഫ്ലിക്ക, BOUTEFLAK, അൾജീരിയ. അൾജീരിയയുടെ ക്യാപിറ്റൽ അൾജിയേഴ്സ് ആണ്. അതുപോലെ പാകിസ്ഥാന്റെ പ്രസിഡന്റിന്റെ ഫോട്ടോ ഉണ്ട്. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരിഫ് ആൽവിയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ്. സിഖ് റിലീജിയന്റെ ഫൗണ്ടറാണ് ഗുരു നാനാക്ക്. സിഖ് റിലീജിയന്റെ ഫൗണ്ടർ ഗുരു നാനാക്ക് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്. ഇന്ത്യയുടെ അഡ്മിറൽ ഇപ്പൊ സുനിൽ ലാംബയാണ്. എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ നേവിയുടെ ചീഫിനെയാണ് നമ്മൾ അഡ്മിറൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നേവിയുടെ ചീഫായ അഡ്മിറൽ സുനിൽ ലാംബ ഈ മെയ് 31 റിട്ടയർ ആവും. ഈ വരുന്ന മെയ് 31. അപ്പൊ ഇനിയും 2 മാസം കൂടെ ഉണ്ട്. മെയ് 31 അദ്ദേഹം റിട്ടയർ ആവുമ്പോ ഇപ്പോഴേ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു ഹു വിൽ ബി ദ നെക്സ്റ്റ് നേവി ചീഫ് എന്ന്. നെക്സ്റ്റ് നേവി ചീഫ് വിൽ ബി അഡ്മിറൽ കരൺബീർ സിംഗ്. KARAMBIR. Karanbir Singh will be the next naval chief of India. The current naval chief is Admiral Sunil Lamba. He will retire on May 31st, and after that Karanbir Singh will take over as the new naval chief. അത് വലിയൊരു ന്യൂസ് ആയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇനിയിപ്പം 2 മാസം കൂടെ ഇന്ത്യയുടെ നേവി ചീഫ് ആരെന്ന് വെച്ചാൽ ആരും കരംബീർ സിംഗ് എന്ന് പറയുന്നത് സുനിൽ ലാംബ തന്നെയാണ്. May 31st വരെ അദ്ദേഹമാണ്. അദ്ദേഹം കഴിയുമ്പോഴത്തേക്കാണ് ഇവരാകുന്നത്. ഇനി സാറ്റർഡേയിലെ ന്യൂസ് പേപ്പർ നമുക്ക് പെൻഡിങ് ഉണ്ട്, അതിലേക്ക് പോവാം. സാറ്റർഡേ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ
സ്നൂക്കർ എന്ന് പറയുന്ന ഗെയിമില് ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് പ്ലെയറിന്റെ ഫോട്ടോ ഉണ്ട്. സ്നൂക്കർ എന്ന് പറയുന്ന ഗെയിമിലെ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സിൽ പ്ലെയർ ആയിട്ട് കരുതപ്പെടുന്ന റോണി ഒ സള്ളിവൻ ആണ്. റോണി RONNI റോണി O ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് O എഴുതി ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് സള്ളിവൻ SULLIVAN റോണി ഒ സള്ളിവൻ. അതുപോലെ സാഫ് ഗെയിംസ് ഇന്ത്യയുടെ വിമൻ ടീം വിൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. സാഫ് ഗെയിംസ് അല്ല, സാഫ് ഫുട്ബോൾ ടൂർണമെന്റ് അത് വിൻ ചെയ്തത് ഇന്ത്യ നേപ്പാളിനെയാണ് തോൽപ്പിച്ചത്. നേപ്പാളിനെ തോൽപ്പിച്ചിട്ടാണ് അത് നടന്നത്. നേപ്പാളിൽ വെച്ചാണ് ഇത് നടന്നത്. അപ്പൊ നേപ്പാളില് അപ്പൊ ഹോസ്റ്റ് കൺട്രിയെ നേപ്പാളിനെ തോൽപ്പിച്ച് ഫൈനലിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ സാഫ് കപ്പ് വിൻ ചെയ്തത്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയുന്നത് മാരുതിയുടെ ഓൾട്ടോ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചർ വെഹിക്കിൾസ് വിൽക്കുന്ന കമ്പനിയും മാരുതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചർ വെഹിക്കിൾസ് വിൽക്കുന്ന കമ്പനി മാരുതിയാണ്. അതെല്ലാവർക്കും അറിയാം. മാരുതിയുടെ ഡോമിനൻസ് മുന്നിൽ മറ്റൊരു കമ്പനിക്ക് പിടിച്ചിരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടോപ്പ് 10 കാർ സെല്ലിംഗ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ കാർ മോഡൽസ് എടുത്താൽ ആദ്യത്തെ 6 മാരുതിയുടെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചർ വെഹിക്കിൾസ് വിൽക്കുന്ന കമ്പനി മാരുതി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് വിൽക്കുന്ന കമ്പനി ടാറ്റയാണ്. അത് രണ്ടും അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചർ വെഹിക്കിൾസ് വിൽക്കുന്ന കമ്പനി മാരുതിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊമേഴ്സ്യൽ വെഹിക്കിൾ വിൽക്കുന്ന കമ്പനി ടാറ്റയാണ്. ഈ പാസഞ്ചർ വെഹിക്കിൾസിന്റെ വിൽക്കുന്ന മോഡൽസ് എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട് വരുന്നത് ഇപ്പോ ആൾട്ടോ ആണ്. ഇതൊക്കെ പറയുന്നത് സിയാം ആണ്. SIAM സിയാം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഗവൺമെന്റിന്റെ ഓട്ടോമൊബൈൽ സെക്ടറിലെ കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ്. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്. പിന്നെ ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ഈ വർഷത്തെ ഓവർഷൂട്ട് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് സ്വന്തം കമ്പനികളുടെ ഷെയർസ് സെല് ചെയ്ത് മണി അക്യൂർ ചെയ്യുക. അതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വർഷത്തെ ടാർഗറ്റ് 80,000 crores ആയിരുന്നു. പക്ഷെ അത് ഗവൺമെന്റ് അതിനെയും കടന്ന് 85,000 crores വരെ ഇതുവരെയായിട്ട് അക്യൂർ ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റിന്റെ DIPAM എന്ന് പറയുന്ന ഏജൻസി പറഞ്ഞിരിക്കുന്നത്. DIPAM എന്ന് പറഞ്ഞാൽ അവരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. DIPAMന്റെ എക്സ്പാൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് എന്നാണ്. DIPAMന്റെ എക്സ്പാൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. ആ DIPAM പറഞ്ഞിരിക്കുന്നത് ഈ വർഷത്തെ ടാർഗറ്റ് 80,000 crores ആയിരുന്നു. അത് ക്രോസ് ചെയ്ത് 85,000 crores വരെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നേടി എന്നാണ്. DIPAMന്റെ സെക്രട്ടറിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അദാനു ചക്രബർത്തി. അദാനു ചക്രബർത്തി CHAKRABORTY അദാനു ചക്രബർത്തി. ഗവൺമെന്റിന്റെ ഒരു കമ്പനിയാണ് RECയുടെ എക്സ്പാൻഷൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്നാണ്. REC റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. ഇന്തോനേഷ്യയുടെ എയർലൈനാണ് ഗരുഡ. ഗരുഡ എന്ന് പറയുന്നതാണ് ഇന്തോനേഷ്യയുടെ നാഷണൽ എയർലൈൻസ്. ഇന്തോനേഷ്യ കൺട്രിയുടെ പ്രത്യേകത വേൾഡിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള കൺട്രിയാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ആണ്. JOKO ജോക്കോ വിഡോഡോ WIDODO. ജോക്കോ വിഡോഡോ is the president of Indonesia and Indonesia is the country which accommodates maximum Muslim population in the world. അപ്പോൾ മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ വേൾഡിലെ ലാർജസ്റ്റ് നമ്പർ ഓഫ് മുസ്ലിംസ് താമസിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന കൺട്രി. അതുപോലെ നോർത്ത് കൊറിയയും US തമ്മിലുള്ള നെഗോഷിയേഷൻസ് ടു ഷട്ട് ഡൗൺ ഓൾ ദ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇൻ നോർത്ത് കൊറിയ അത് ഒരുവിധം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ അത് വളരെ ഒരു ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ US വീണ്ടും നോർത്ത് കൊറിയക്ക് അഗേൻസ്റ്റ് ആയിട്ട് സാങ്ഷൻസ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അപ്പം നോർത്ത് കൊറിയയും ഏകദേശം ഈ ചർച്ചകളിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്ന ഒരു സിമ്പലാണ് കാണുന്നത്. 2 മീറ്റിംഗ്സ് ഓൾറെഡി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അണ്ണും തമ്മിൽ KIM കിം ജോങ് ജോങ് അൺ UN തമ്മിൽ നടത്തിയിരുന്നു. ഒന്ന് സിംഗപ്പൂരിലെ സെന്റോസ ഐലൻഡിൽ വെച്ചും അതിനുശേഷം വിയറ്റ്നാമിലെ ഹാനോയ് ഹാനോയിൽ വെച്ചും. ഈ 2 മീറ്റിംഗിൽ നിന്നും നല്ല ഔട്ട്കമൊന്നും ഉണ്ടായില്ലെന്നാണ് ഇപ്പം ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നെ യൂറോപ്യൻ യൂണിയൻ യുണൈറ്റഡ് കിങ്ഡത്തിന് ബ്രെക്സിറ്റിന് വേണ്ടി കുറച്ചുകൂടെ ടൈം കൊടുക്കാൻ തീരുമാനിച്ചു. ഏപ്രിൽ മെയ് വരെ സമയം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ March 29 ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു ടൈം കിട്ടുകയാണ്. പിന്നീട്
ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞു, ഗ്യൂസെപ്പ് കോണ്ടി. ഇറ്റലിയുടെ പ്രസിഡന്റ് ആണ് സെർജിയോ മാറ്ററല്ല. ഇറ്റലിയിൽ പക്ഷേ പ്രൈം മിനിസ്റ്ററിനാണ് പ്രാധാന്യം. ഇന്ത്യയിൽ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഉണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററിനാണ് പ്രാധാന്യം. അതുപോലെ ഇറ്റലിയിൽ പ്രസിഡന്റ് ഉണ്ട്, പേര് അറിഞ്ഞിരിക്കുക. പക്ഷേ പ്രസിഡന്റിനെക്കാളും പ്രാധാന്യം പ്രൈം മിനിസ്റ്ററിനാണ്, ഗ്യൂസെപ്പ് കോണ്ടിക്കാണ്. പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ല, SERGIO. അത് കഴിഞ്ഞിട്ട് MATTARELLA, സെർജിയോ മാറ്ററല്ല. ഇന്ത്യയുടെ ടെലികോം റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ടെലികോം റവല്യൂഷൻ, IT റവല്യൂഷനൊക്കെ നടപ്പാക്കിയ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ്. പക്ഷെ ടെലികോം റവല്യൂഷന് ഏറ്റവും ചുക്കാൻ പിടിച്ച ആളെന്ന് അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയുടെ ബാക്കിൽ നിന്ന് ഒരു ടെക്നോക്രാറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് സാം പിട്രോഡ. PITRODA. സാം പിട്രോഡയാണ് ഇന്ത്യയിൽ ടെലികോം റവല്യൂഷന്റെ രാജീവ് ഗാന്ധിക്ക് വേണ്ടി ടെലികോം റവല്യൂഷൻ ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ട് ചില ബുക്കുകളിലൊക്കെ ഇന്ത്യയുടെ ടെലികോം റവല്യൂഷന്റെ ആർക്കിടെക്ട് എന്ന് സാം പിട്രോഡയെ കാണാറുണ്ട്. പ്രൈം മിനിസ്റ്റർ ആരെന്ന് വയ്ക്കുമ്പോഴാണ് രാജീവ് ഗാന്ധി. ഇപ്പോ ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ 3 ദിവസത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ഒരു ഒറ്റ പത്രമാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. അത് ഫ്രൈഡേ ന്യൂസ് പേപ്പറാണ്. നാളത്തെ ന്യൂസ് പേപ്പറിനൊപ്പം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.